സുഹൃത്തുക്കളെ, അഫ്ഗാനിസ്ഥാനിൽ 6 വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിപ്പിച്ചു വിട്ടു, പെൺകുട്ടിയെ. ഇത് ഒരു ന്യൂസാണ്. ഈ ന്യൂസും എല്ലാവരും കണ്ടിട്ടുണ്ടാവാം എന്ന് വിചാരിക്കുന്നു. പക്ഷെ എന്ത് തന്നെ ആയാലും ഇത് പണ്ട് കാലത്ത് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്താ പറഞ്ഞ ബാലവിവാഹം പറഞ്ഞിട്ട് രാജാറാം മോഹൻ റോയ് നിർത്തലാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ശൈശവ വിവാഹങ്ങൾ നിർത്തലാക്കി. അസാധിയുണ്ട്, അതുകൂടാണ്ട് ഇതും ഉണ്ടല്ലോ. സോ അത് കഴിഞ്ഞിട്ടും മേ ബി കുറെ സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നിർത്തി എന്ന് പറഞ്ഞാലും അത് നിർത്തുന്നത് എത്ര വരെ ഉണ്ടാവും, ഒരു 50%, 60% വരെയൊക്കെ ഉണ്ടായാലും ബാക്കി എങ്ങനെയും ഉണ്ടാവും ഒരു 30-40% ആളുകൾ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ടാവും. അതിന്റെ റീസൺ എന്താ? അത് വേണം പറഞ്ഞിട്ട് ഞങ്ങൾ ആര് പറഞ്ഞാലും അനുസരിക്കില്ല. ചില ആളുകൾക്ക് ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതുകൊണ്ട് അനുസരിക്കാൻ പറ്റില്ല, എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് പോയാലേ എനിക്കൊന്ന് ഒരു ഹാപ്പി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു മെന്റാലിറ്റി ഉള്ള കുറച്ച് ആളുകൾ ഉണ്ടാവുമല്ലോ. സോ അതാണോ അതല്ല റിയലായിട്ട് വേറെന്തെങ്കിലുമാണോ അവരുടെ പ്രോബ്ലം എന്നറിയില്ല. അപ്പം ഇത് വന്നിട്ട് അഫ്ഗാനിസ്ഥാനിലാണ്. അപ്പോൾ ആ വീഡിയോയില് ചെറിയൊരു കുഞ്ഞു പെൺകുട്ടിയാണ്. വേണം പറഞ്ഞാൽ ഞാൻ വീഡിയോ കുറച്ച് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ കണ്ടുവല്ലോ അല്ലെ, ആ കുട്ടിയെ ഒരു അറബിക്കാണ് അവര് ശരിക്കും കല്യാണം കഴിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല. മേ ബി വിറ്റതായിരിക്കാം, കാശ് വാങ്ങിയിട്ട് വിറ്റതായിരിക്കും. അവിടെ പോയി അയാളുടെ വൈഫായിട്ടോ സെർവൻ്റായിട്ടോ എങ്ങനെയോ. പക്ഷേ 6 ഇയർ ഓൾഡ് കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എത്ര മെച്യൂരിറ്റി ഉണ്ടാവും, അതിന് എന്തറിയുന്നത്? ഈ പഠിക്കേണ്ട പ്രായത്തില് അതിനെ കല്യാണം കഴിപ്പിച്ച് അല്ലെങ്കിൽ ഒരാളുടെ കൂടെ വിട്ട് കഴിഞ്ഞാൽ അതിനെന്താണ് അറിയുന്നത്? അസല് ഈവൻ ആ കൊണ്ടുപോകുന്ന ആൾ കൂടെ അയാളുടെ ക്യാരക്ടർ എങ്ങനെയോ, ഇപ്പൊ കുറച്ച് നന്നായിട്ടുള്ളവനാണെങ്കിൽ മേ ബി കുട്ടിയെ മാതിരി നന്നായി നോക്കും, അല്ല വൈഫിനെ പോലെയാ നോക്കുന്നതെങ്കിൽ ആ കൊച്ചു മരിക്കാൻ വരെയുള്ള ചാൻസസും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആ വീഡിയോയുടെ എൻഡിങ്ങിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നുണ്ട്, ആ ചെറിയ കുട്ടി കരഞ്ഞുകൊണ്ട് തിരിച്ച് അതിന്റെ അമ്മയുടെ അടുത്തേക്ക് പോവാൻ നോക്കുന്നു. അതിന് ഫസ്റ്റ് മനസ്സിലായില്ല, ആരോ ഇപ്പൊ അത്ര ചെറിയ കുട്ടികൾ, ഇപ്പൊ നമ്മള് വീട്ടിലേക്ക് ഒരു സ്ട്രേഞ്ചർ വന്നു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഒന്ന് അടുക്കാൻ പോലും ചില കുട്ടികൾക്ക് അടുത്ത് പോകും, അവരുടെ അടുത്ത് സംസാരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മകളാണെങ്കിൽ അടുത്തേക്ക് പോലും പോവില്ല, ഈവൻ സ്വന്തക്കാരുടെ അടുത്ത് പോലും പോവില്ല. അപ്പോ ചില കുട്ടികൾ മാക്സിമം എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ അവരിങ്ങനെ അടുത്ത് വന്ന് നിന്നപ്പോ കുട്ടി എന്തോ, അപ്പൊ ഒന്നും കുട്ടിക്ക് പ്രോബ്ലം ഇല്ല. പക്ഷെ കൈ പിടിച്ച് അയാൾ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്ക് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. അപ്പൊ നോക്കിയപ്പോ അച്ഛനും അമ്മയൊക്കെ ബാക്കിൽ നിൽക്കുന്നു. അതിനപ്പോഴേക്ക് ടെൻഷനായി, ഞാൻ എവിടെയോ പോകുന്നു. ഇതിന്റെ ഒരു മെയിൻ റീസൺ പറഞ്ഞാൽ പോവേർട്ടി തന്നെയാണ്. വീട്ടില് കുറെ മക്കളുണ്ടാവും, മേ ബി കൂടുതലും ഗേൾസ് പെൺകുട്ടികളായിരിക്കാം. അപ്പൊ വീട്ടില് കഴിക്കാനുള്ള വക ഉണ്ടാവില്ല. അപ്പൊ ഒരാളെങ്കിലും ഒരാൾ രക്ഷപ്പെടട്ടെ, ഓക്കെ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിക്കുക. അതൊരു വെയിറ്റ് ചെയ്തൂടെ, അറ്റ്ലീസ്റ്റ് ഒരു 17-18 ഇയേഴ്സ് വരെയെങ്കിലും വെയിറ്റ് ചെയ്തൂടെ? അത്രയും കാലം ഇതിനെ പോറ്റി വളർത്തണ്ടേ? ഇപ്പൊ 6 ഇയേഴ്സിലെ പോയി കഴിഞ്ഞാൽ അല്ലെ പിന്നെ ഒരു 10-12 വർഷം വെയിറ്റ് ചെയ്യണ്ടേ? അതുവരെ ഇതിന് തിന്നാൻ കൊടുക്കണ്ടേ? ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ പ്രോബ്ലംസ്. സോ വന്നിട്ട് ഈ കമന്റ്സ് നോക്കിയാൽ കമന്റ്സില് സ്ട്രേഞ്ച് തിങ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് കമന്റ്സ് കിടക്കണു. അതിനെ പോട്ടെ, അവർ അറ്റ്ലീസ്റ്റ് ആ കൊച്ചു ചെറിയ പ്രായത്തിലെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ഒരു മാച്യൂർ ആവും അത്രേ. എന്ത് ഫുളിഷ്നെസ് ആണ് പറയുന്നത്? 6 ഇയർ ഓൾഡ് ഉള്ള ഒരു കുട്ടി എന്ത് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനാണ്? അതിന് എന്താണ് അറിയുന്നത്? വീട്ടില് പിന്നെ പറയുന്നത് ശരി, വീട്ടിലെ പട്ടിണിയെക്കാളും ബെറ്റർ അല്ലേ എന്ന്. ബെറ്റർ എന്ന് എങ്ങനെ പറയാൻ പറ്റൂ? അവിടെ പോയി കഴിഞ്ഞാൽ ഓൾറെഡി അയാൾ ഒരു 4-5 ഭാര്യമാരുള്ള ഒരാളായിരിക്കാം. ആണെങ്കിലും അല്ലെങ്കിലും അയാൾ എന്തായാലും ഒരു വയസ്സുള്ള മനുഷ്യനായിരിക്കുമല്ലോ. എങ്ങനെ കമ്പയർ ചെയ്താലും ഒരു 30 വയസ്സെന്ന് പറഞ്ഞാൽ കൂടി ഈ ചെറിയ 6 വയസ്സുള്ള കുട്ടിയായിട്ട് കമ്പയർ ചെയ്താൽ എത്ര വയസ്സനാണ്? അപ്പൊ അയാളുടെ ആഗ്രഹങ്ങളൊക്കെ കുട്ടിയുടെ മേൽ കാണിക്കുമ്പോൾ അത് കുഞ്ഞു കുട്ടിയല്ലേ, അത് മരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇവിടുത്തെ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മരണത്തിലേക്ക് പോകുന്ന പോലെ തന്നെയാണ്. ഞാൻ മുമ്പിലൊക്കെ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെ ന്യൂസസ് എടുത്ത് നോക്കിയാലും, എത്ര ഈക്വാലിറ്റിന്നോ എന്തൊക്കെ ആരൊക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടന്നാലും നമ്മളുടെ
ഈ വേൾഡ് ഓൺലി ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ഞാൻ ഈ പറഞ്ഞ കേസ് നടക്കുന്ന അഫ്ഗാനിസ്ഥാനിലാണ്. സോ ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല, ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും പെൺകുട്ടികൾ, ആൺകുട്ടികൾക്ക് ഉണ്ടാവാമെങ്കിലും നമ്മൾ പെൺകുട്ടികളെ തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം കമ്പാരിറ്റീവ്ലി പെൺകുട്ടികളുടെ കേസസ് ആണ് കൂടുതൽ ഉണ്ടാവുക. ആൺകുട്ടികളുടെ 10 or 20 എന്ന് പറഞ്ഞാലും ബാക്കി 80 വരുന്നതും പെൺകുട്ടികളുടെ തന്നെയാണ്. സോ പെൺകുട്ടികൾക്ക് എങ്ങനെ വന്നാലും സേഫ്റ്റി എന്ന് പറയുന്നതും എല്ലാം അത് ഒരിടത്ത് കുറച്ച് നന്നായിട്ടുണ്ടെങ്കിൽ ഇനി ഒരിടത്ത് ഉണ്ടാവുന്നേ ഇല്ല. അതാ ഞാൻ മുമ്പിൽ പറഞ്ഞ പോലെ എത്ര ഈക്വാലിറ്റിയെ കുറിച്ച് പറഞ്ഞാലും കുറച്ച് എന്തെങ്കിലും ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടാവും എന്നല്ലാണ്ട് ബാക്കിയെല്ലാം പഴയപടി തന്നെയാണ് നടക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്കാണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഏത് ന്യൂസ് എടുത്ത് നോക്കിയാലും ഈ പെൺകുട്ടികളെ കുറിച്ചുള്ള ന്യൂസസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓരോ ടൈപ്പ്, ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ന്യൂസുകൾ. സോ ഇതൊക്കെ ഏത് കാലത്ത് മാറുമെന്ന് എനിക്ക് അറിയില്ല.